അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാകാൻ സാധ്യത. മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പിന്മാറില്ല എന്നും ദേവൻ വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മറ്റ് 4 പേരും പത്രിക പിൻവലിച്ചേക്കും. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വനിതയ്ക്കെതിരെ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്നാണ് ജഗദീഷിന്റെ തീരുമാനം. അമ്മ നേതൃത്വത്തിലേക്ക് വനിത വരണമെന്ന നിലപാട് രവീന്ദ്രൻ നേരത്തെ തന്നെ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കും. പ്രസിഡന്റിന് പുറമെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കാണ് ജയൻ ചേർത്തല പത്രിക നൽകിയത്. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കുള്ള പത്രിക പിൻവലിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല മത്സരിക്കാനാണ് സാധ്യത. അനൂപ് ചന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിച്ചേക്കും. എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല എന്ന നിലപാടിലാണ് ദേവൻ. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിൽ മാത്രമാകും. മോഹൻലാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വരില്ല, അതുകൊണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് തോന്നിയത്, എനിക്ക് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, എനിക്കൊരു ചുമതലയുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ തുടങ്ങിയത് ഒരു സംഘടന ഇങ്ങനെ അനാഥമായിട്ട് അന്യം നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ശ്വേതാ മേനോൻ ജയിച്ചാൽ അമ്മയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റാകും ശ്വേത. എന്നാൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിലെ വിയോജിപ്പ് പരസ്യമാക്കി നടി ഉഷാ ഹസീന രംഗത്തെത്തി. ശ്വേതയെ വ്യക്തിപരമായിട്ട് ശ്വേതയോട് എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല. പക്ഷേ ശ്വേതയുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്വേത പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ശ്വേത എന്നോട് പറഞ്ഞത്. ബാബുചേട്ടനും കൂടെ ആ കസേരയിൽ വന്നിരുന്നാൽ മാത്രമേ ഈ സംഘടന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 16-ാം തീയതി ഈ സംഘടന ഉണ്ടാവില്ല എന്നാണ് ശ്വേത പറഞ്ഞത്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. നാളെ വൈകിട്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. ന്യൂസ് മലയാളം, കൊച്ചി.